ഇത് ഒരു കുംഭമേള മാത്രമൊന്നുമല്ല. ഇതോടുകൂടി കേരളം അടുത്തൊരു തലത്തിലേക്ക് പോവുകയാണ്. 270 വർഷം മുമ്പ് കേരളത്തിൻ്റെ അധികാരി ആരാണ് തീരുമാനിച്ചത് ഈ മണ്ണിലായിരുന്നു. തിരുനാവായ സഭ എന്ന് പറഞ്ഞിട്ട് ഭരണാധികാരികൾ തീരുമാനിക്കുന്നത്, സംസ്കാര കാര്യങ്ങൾ തീരുമാനിച്ചൊക്കെ ഈ മണ്ണിലായിരുന്നു. അങ്ങനെ നമ്മളുടെ ഐക്യത്തെ തകർക്കാൻ വേണ്ടി മുഗളന്മാർ തുടങ്ങിയ ഒരു സാധനത്തെ ഇംഗ്ലീഷുകാർ ഏറ്റെടുത്ത് നമ്മൾ ഇത്തരത്തിലുള്ള എല്ലാ ആചരണങ്ങളും ഒന്നിച്ചു കൂടുന്ന സംവിധാനങ്ങളും നിരോധിക്കാനുണ്ടായത്. അങ്ങനെയാണ് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള നമ്മളൊരു പലതാണെന്നുള്ള തോന്നൽ നമ്മളെ ഇടയിൽ ഉണ്ടാക്കിയത്. കാരണം ഇടക്കാലത്ത് നമുക്ക് ഹിന്ദുവിനെ കാണാനില്ലായിരുന്നു. ഇവിടെ കുറേ നായന്മാരും കുറേ ഈഴവന്മാരും കുറേ നമ്പൂരിമാരും ഉണ്ട് എന്നല്ലാതെ ഹിന്ദു എവിടെയെന്ന് വെച്ചാൽ കാണാനില്ലായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ആ വ്യത്യാസം മാറി ഞങ്ങൾ ഹിന്ദു ആണെന്ന് പറയാനുള്ള ധൈര്യം ആൾക്കാർ കാണിക്കുന്നുണ്ട്. നമ്മളൊക്കെ മതേതരന്മാരായിരുന്നു കുറേ കാലമായിട്ട്. അതല്ല, ഞങ്ങൾക്ക് മതമുണ്ട്, അത് ഹിന്ദു ആണ് എന്ന് അഭിമാനത്തോടുകൂടി പറയാനുള്ള ഒരു ആർജവം ഈ യാത്രയിലുണ്ടായിട്ടുണ്ട്. ഇത് ഒരു കുംഭമേള മാത്രമൊന്നുമല്ല. ഇതോടുകൂടി കേരളം അടുത്തൊരു തലത്തിലേക്ക് പോവുകയാണ്. ഞാൻ പറയുന്ന മഹാമണ്ഡലേശ്വരോട് ഞാൻ സംസാരിച്ചത് ജൂനാഘാട കാരണം കുംഭമേളയെ തീരുമാനിച്ചാണ്. ഭാരതം ഒരു ശരീരമാണെങ്കിൽ ഭാരതത്തിൻ്റെ മൂലാധാരമാണ് തമിഴ്നാടും കേരളവും, സഹസ്രാരാണ് കൈലാസം. ഇതൊരു ശരീരമാണ്. ഭാരതം എന്ന് പറയുന്നത് ഭൂപ്രദേശമല്ല, ഒരു ദേവതയാണ്. ആ ദേവതേൻ്റെ മൂലാധാരത്തിൽ ഇതുപോലെ വിധ്വംസ പ്രവർത്തനങ്ങളും എവിടെ എന്തൊരു ഭീകരപ്രവർത്തനം നടന്നാലും ഒരു മലയാളി ഉണ്ടാവും, അല്ലെങ്കിൽ കേരളത്തിൽ 2 പേരുണ്ടാവും. അത്രയധികം നമ്മളെ ചുറ്റിലും വിധ്വംസ പ്രവർത്തനങ്ങൾ നടക്കുമ്പം ഇത്ര ശക്തമായ ഒരു ആധ്യാത്മിക മുന്നേറ്റം അവിടെ നടക്കേണ്ടതാണ്. ഇതോടുകൂടി കേരളത്തിൽ എല്ലാ സ്ഥലത്തും അഖാഡകൾ സ്ഥാപിക്കണം. പ്രത്യേകിച്ച് ഇതോടുകൂടി കേരളത്തിൽ ഒരഖാഡ എന്തായാലും സ്ഥാപിക്കണം. ആ അഖാഡ പ്രവർത്തനങ്ങൾ, കാരണം ഭാരതം എപ്പോഴും ആക്രമണങ്ങൾ നേരിട്ടപ്പോൾ നമ്മളെ രക്ഷിച്ചത് സന്യാസിമാരാണ്. ചൈന യുദ്ധത്തിൽ പോലും മിലിറ്ററിനെ സഹായിച്ചത് നാഗസന്യാസിമാരാണ്. ഒരു പാരലൽ മിലിറ്ററിയാണ്. അപ്പോൾ ആ ഒരു മിലിറ്ററി നമുക്ക് ഇവിടെ അത്യാവശ്യമാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അത് ധൈര്യമാണത്. ഇത് വലിയൊരു ശുഭലക്ഷണമാണ്. ഇത്രയും ആൾക്കാർ ഇവിടെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. ഈ ചെറിയ പരിമിതമായ സ്ഥലത്ത് ഇവിടുത്തെ സർക്കാരും പരമാവധി ബുദ്ധിമുട്ടിച്ചിരുന്നിട്ടും ഇത്രയും ആൾക്കാർ വരുന്നു എന്നുള്ളത്. അപ്പോൾ സത്യത്തിൽ ആ ബുദ്ധിമുട്ടൊക്കെ നമുക്കൊരു പരസ്യമാവുകയാണ് ചെയ്തത്. കാരണം ഇല്ലെങ്കിൽ ആകെ 10-100 ആൾക്കാർ അറിയുന്ന ഒരു പരിപാടി ഇത് തടഞ്ഞതോടുകൂടി തമിഴ്നാട് സർക്കാർ തടഞ്ഞതോടുകൂടി തമിഴ്നാട് മുഴുവൻ വ്യാപിച്ചു. തമിഴ്നാട്ടിൽ നിന്ന് മുഴുവൻ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. കേരള സർക്കാർ തടഞ്ഞുകൊണ്ട് കേരളം മുഴുവൻ ഇവിടെ എത്തി. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും നല്ലൊരു PR വർക്ക് നടത്തിയത് കേരള സർക്കാരും തമിഴ്നാട് സർക്കാരാണ്. അതിനുള്ള നന്ദി ഈ സമയത്ത് ഞങ്ങളെല്ലാവരും അറിയിക്കുകയാണ്.